വൈപ്പിൻ പ്രദേശവാസികളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരമായി കൂടുതൽ ബസ്സുകൾ കൊച്ചി നഗരത്തിലേക്ക്. ഈ വണ്ടി ഉപയോഗിച്ച് വിജയിപ്പിച്ചാൽ നടി അന്നാബെൻ ഉൾപ്പെടെ ബസ് യാത്രയ്ക്ക് എത്തിയിരുന്നു. 14 ബസ്സുകളാണ് പുതിയതായി എത്തിയത്. എന്തെങ്കിലും ഒന്ന് ഉറപ്പിക്ക്. പുതിയതായിട്ട് എത്തിയതോ എത്തുന്നതോ അത് പറ. പുതിയതായി എത്തിയത്. അങ്ങനെ പറ. 10ന്റെ സ്ഥാനത്ത് 25 വണ്ടി ഞാൻ ഇട്ട് തരാം. ഇപ്പൊ തന്നെ 14 വണ്ടി എത്തിന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 10 പറയണ. ഒന്നുകൂടി കേട്ടു നോക്കാം. 10ന്റെ സ്ഥാനത്ത് 25 വണ്ടി ഞാൻ ഇട്ട് തരാം. ഓ, അത് മന്ത്രി പറഞ്ഞത് KSRTCയുടെ കാര്യമാണ്. മറ്റേയാള് പറഞ്ഞത് പ്രൈവറ്റിന്റെയും കൂടി കൂട്ടിയിട്ടായിരിക്കും 14 പറഞ്ഞത്. നമുക്ക് ഊഹിക്കാനല്ലേ പറ്റുള്ളൂ. നടി അന്നാബെന്നിന് ഓർമ്മിച്ചെടുക്കാനുണ്ടായിരുന്നത് ബുദ്ധിമുട്ടേറിയ കഴിഞ്ഞകാല യാത്രാ അനുഭവങ്ങളായിരുന്നു. പിന്നെ നടി അന്നാബെന്നാണല്ലോ വൈപ്പിങ്കരയിൽ നിന്ന് ആദ്യമായിട്ട് ബസ് കയറി അങ്ങോട്ട് വന്നത്. എന്തായാലും ഒന്ന് കേട്ടു നോക്കാം. 80 വയസ്സുള്ള അന്നാബെൻ അമ്മൂമ്മക്ക് എന്താണ് പറയാന്നുള്ളത് നമുക്ക് കേൾക്കാലോ. സ്കൂളിലും കോളേജിലും കൂടി ഞാൻ സെയിന്റ് ജോസഫിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ നിന്ന് ഹൈക്കോർട്ട് ഇറങ്ങി പിന്നെ ഒരു ബസ് എടുത്തിട്ടാണ് കോളേജിൽ പോകുന്നത്. പിന്നെ അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നിട്ട് ഒരു സ്റ്റുഡന്റിന് അതിന് മുകളിലായിട്ട് ഇതിൽ പ്രവർത്തിക്കുന്ന, അതായത് വർക്കിംഗ് ഇതിലുള്ള ആൾക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി പറ. വൈപ്പിൻ സ്വദേശികളുടെ പോരാട്ടത്തിന്റെ വിജയമാണെന്ന് നടി പൗളി വിൽസൺ. മന്ത്രി പറഞ്ഞതുപോലെ ഇനി അടുത്തത് കാർ ഉപേക്ഷിച്ച് ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര. അത് ശരി. അപ്പൊ എങ്ങനെയാണ്, ദിവസവും ബസ്സിൽ കയറി വരുമോ അതോ മന്ത്രി പറയുമ്പോൾ മാത്രമാണോ? ഇങ്ങനെ പേഴ്സണൽ മാറ്റേഴ്സ് തുറന്ന് സംസാരിക്കാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. മന്ത്രി പറഞ്ഞതുപോലെ ഇനി അടുത്തത് കാർ ഉപേക്ഷിച്ച് ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര. ഓ, ആയിക്കോട്ടെ. ഒരു MLA നിയമസഭയിൽ ചോദിച്ചു, 44,000 തൊഴിലാളികൾ ഉണ്ടായിരുന്ന KSRTCയിൽ ഇപ്പൊ 22,000 തൊഴിലാളികളല്ലേ ഉള്ളൂ എന്ന്. പക്ഷെ നിയമസഭയിൽ പറയാനുള്ള സംസാരിക്കാനുള്ള സമയക്കുറവുകൊണ്ട് ഞാൻ പറയാ. അത് മോശമായി പോയി. നിയമസഭയിൽ പറയേണ്ട കാര്യങ്ങൾ നിയമസഭയിൽ തന്നെ പറയണ്ടേ? അതിനാണല്ലോ നിയമസഭ. സാരമില്ല, ഒരബദ്ധം ആർക്കും പറ്റും. ഇപ്പൊ 22,000 തൊഴിലാളിയുണ്ട്. 42,000 തൊഴിലാളി ഉണ്ടായിരുന്നു. ഈ 42,000 തൊഴിലാളി ഉണ്ടായപ്പോൾ KSRTC ഓടിച്ചിരുന്നത് ഏതാണ്ട് 3,850 വണ്ടിയാണ് കണ്ടത്. ഏതാണ്ട് 4,000 അല്ല 3,000 മറന്നുപോയല്ല. നമ്മുടെ മന്ത്രിക്ക് ആ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. 22,000 തൊഴിലാളിയായിട്ട് കുറഞ്ഞപ്പോഴും ഒരു വ്യത്യാസമില്ല, അത്രയും വണ്ടി ഓടുന്നുള്ളൂ. കുഴപ്പമില്ല, കാര്യം പറ. അതിന്റെ അർത്ഥം 42,000 പേര് വേണ്ട, 22,000 പേര് മതിയെന്നാണ്. ഈ മന്ത്രിക്കൊരു ചുക്കും അറിയില്ല. ഓടണ വണ്ടികളെക്കാൾ കൂടുതൽ വണ്ടികൾ കട്ടപ്പുറത്തിരിക്കല്ലേ, പിന്നെ ഇങ്ങനെ വണ്ടി ഓടണത്. ഇന്ത്യയിൽ ഒരു ബസ്സിന്റെ ശരാശരിയിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരുണ്ടായിരുന്ന KSRTC ആണ്. അപ്പൊ അത് കുറച്ചുകൊണ്ട് വരുന്നതും ചെലവ് ഓർക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അത് സാധാരണക്കാരുടെ ജോലിയുടെ കാര്യത്തിൽ മാത്രം പോരാട്ടാ. ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ കാര്യത്തിലും MLAമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ കാര്യത്തിലും അതൊക്കെ ഒന്ന് തീരുമാനിക്കാൻ നന്നായിരുന്നു. എന്തേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് KSRTCയുടെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. 22,000 തൊഴിലാളിയായി മാറുമ്പോഴും ഇപ്പോഴും കുറെ ആളുകൾ വെറുതെ ഇരിക്കുകയാണ് വണ്ടി ഓടിക്കാതെ. എൻ്റെ പൊന്നു മന്ത്രി, വണ്ടി വെറുതെ ഓടൂലല്ലോ. ആദ്യം ഈ കട്ടപ്പുറത്തിരിക്കണ വണ്ടികളൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് പുറത്തിറക്ക്, എന്നിട്ടല്ലേ കണക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല, അതോർത്ത് വിഷമിക്കണ്ട.